കമ്പിളിപ്പതപ്പും കുറച്ച് ബിസ്ക്കറ്റും മൈദമാവും കൊടുത്തയച്ചാൽ ലോകത്തോടുള്ള നമ്മുടെ ബാധ്യത തീരുന്നില്ലല്ലോ. ഇത് പറയേണ്ടി വരുന്നത് ഒക്ടോബർ 7 മുതൽ ഇന്ന് ഈ ഏപ്രിൽ 23 കഴിയുന്ന സമയം വരെയുള്ള കണക്കാലോചിക്കുമ്പോൾ 35,000-ഓളം ആളുകൾ, അതിൽ ഭൂരിഭാഗവും നിരപരാധികൾ എന്ന് പറയാവുന്നവരാണ് മരിച്ചു വീണിരിക്കുന്നത്. അത് പട്ടാളക്കാരാണെങ്കിലും പോലീസുകാരാണെങ്കിലും ഡോക്ടർമാരും നഴ്സുമാരുമാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും പാവപ്പെട്ട കുട്ടികളാണെങ്കിലും ഇനി ആരുടെ കണക്കിൽപ്പെടുത്തിയാലും ഈ സംഘർഷത്തിന് അയവ് വരുത്താൻ വേണ്ടി മുഖ്യധാരാ ലോകം ഒന്നും ചെയ്യുന്നില്ല എന്നത് വ്യക്തമാണ്. ഒരു ഇൻ്റലിജൻസ് മേധാവി തന്നെ ആ രാജ്യം നടത്തുന്ന പ്രക്രിയകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടും ഒക്ടോബർ 7-ന് ശേഷം എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല, ജനങ്ങളുടെയും ഗവൺമെൻറ്റിൻ്റെയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് രാജിവെക്കുകയാണെന്ന് പറഞ്ഞ് ഭരണകൂടത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി മാറി നിന്നുകൊണ്ട് രാജിവെച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് തുടരാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ? പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുന്നു ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന്. ആര് രാജിവെക്കാൻ? അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ വൃത്താന്തങ്ങൾ വേറെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഈ സംഘർഷമുണ്ടാക്കി ഈ സാഹചര്യത്തിൽ ഭരണകൂടത്തെ നിലനിർത്തേണ്ടത് ചില രാഷ്ട്രീയക്കാർക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരു ഭാഗം നടക്കുമ്പോൾ ലോകത്തെ നയിക്കുന്നെന്ന് പറയപ്പെടുന്ന രാജ്യത്തിൻ്റെ ഒരു വലിയ റിപ്പോർട്ട് പുറത്തു വന്നു. ഈ പറയപ്പെടുന്ന ചെറിയ രാജ്യം 2023 മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ധാരാളം നടത്തിയെന്ന് ഔപചാരികമായ റിപ്പോർട്ട് തന്നെ പുറത്തിറക്കി പറയുകയാണ്. എന്നിട്ട് സഹയാത്രികരായി, ഒരുമിച്ചുള്ള കൂട്ടുകാരായി, എത്രയോ നാളുകളായി എല്ലാ പോളിസികളും ഒന്നിച്ച് നിർണ്ണയിക്കുന്ന ഇവർ എന്തെങ്കിലും നടപടിയെടുത്തോ? ഈ ഒരു യുദ്ധം, പോരാട്ടം, കൊലപാതക പരമ്പരകൾ അവസാനിപ്പിക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്യാത്ത അവസ്ഥയാണ്. നമ്മുടെ മുന്നിലെ അക്കങ്ങൾ ഇന്നലെ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം വന്ന കണക്കിൽ 50-നും 60-നും ഇടയ്ക്ക് ആളുകൾ ഉച്ചവരെ മാത്രം ഒറ്റ ദിവസം കൊണ്ട് മരണമടയുന്ന ചിത്രമാണ് നമ്മൾ ഈ മേഖലയിൽ നിന്ന് കാണുന്നത്. എങ്ങനെയാണ് ലോകത്തിന് സമാധാനം വരിക? ആകെ മിഡിൽ ഈസ്റ്റിൽ നിന്നൊരു രാജ്യം മാത്രമാണ് എങ്ങനെയെങ്കിലും ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ സമാധാനം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒരു വലിയ ചോദ്യചിഹ്നം ഈ 7 മാസങ്ങൾക്കിപ്പുറവും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നത്? ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം ചിന്തിക്കണം. ഒരു വലിയ വിഷയം വന്നാൽ നമ്മുടെ കാര്യത്തിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കാൻ ഒരാളും വരില്ല, ഒരൊറ്റ ശക്തിയും വരില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഏതൊരു സാധാരണക്കാരനെയും പ്രേരിപ്പിക്കുന്ന വലിയ യുദ്ധമുഖങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കണം നമ്മൾ. ഒരു ചാക്ക് മൈദപ്പൊടിയിലോ ഗോതമ്പ് പൊടിയിലോ, ഒരു കൊടുത്തേക്കുന്ന തലവേദന മാറാനുള്ള മരുന്നിലോ കുറച്ച് ബിസ്ക്കറ്റിലോ തീരുന്നതല്ല നമ്മുടെയൊക്കെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കാൻ കൂടി ഈ കണക്കുകൾ ഉപകരിക്കട്ടെ. അങ്ങനെയുള്ള ആളുകളുടെ കണ്ണ് തുറക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി. അത് രണ്ട് ഭാഗത്തുനിന്ന് മരിക്കുന്നതും മനുഷ്യരാണല്ലോ, ചുവന്ന രക്തമാണല്ലോ അവിടെയൊക്കെ തെറിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരാണ്, നിരപരാധികളാണ് ഈ കൊല്ലപ്പെടുന്നതെന്ന് മനസ്സിലാക്കി വിവേകമുള്ള ആരെങ്കിലും ശക്തമായി ഇടപെടാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.